2025 ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF വലിയ വിജയമാണ് ഉണ്ടായത്. BJP നേതൃത്വം നൽകുന്ന NDA വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ CPM നേതൃത്വം നൽകുന്ന LDF കനത്ത തോൽവിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഇതിന് കാരണം എന്താണ്? ഏറ്റവും വലിയ വിഷയം ശബരിമല വിഷയമാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം. ഈ ഒരു വിഷയം ഹിന്ദു വോട്ടർക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുകയും ഒരുപാട് സീറ്റുകൾ അല്ലെങ്കിൽ അത് അവരുടെ വോട്ടിൽ പ്രതിഫലിക്കുകയും ചെയ്തു. ഇളകാത്ത പല കോട്ടകളും ഇളകി. മാത്രമല്ല 10 വർഷം തുടർച്ചയായി ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ചെറിയൊരു തരംഗം അല്ലെങ്കിൽ ഭരണവിരുദ്ധ തരംഗം ഉണ്ടാകാറുണ്ട്. ആ തരംഗവും ഇതിൽ ഉൾപ്പെടുന്നു. BJP വോട്ടുകൾ എങ്ങനെ വളർന്നു എന്ന് ചോദിച്ചാൽ BJPക്ക് 20% വോട്ടുകളുണ്ട്. BJPക്ക് സീറ്റുകളാക്കാൻ പറ്റുന്നില്ല എന്നാണ് അവരുടെ പ്രശ്നം. ഒന്നാമത്തെ വിഷയം ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ജിയോഗ്രാഫിക്കൽ ഡിസഡ്വാൻറ്റേജ്. ഏകദേശം 55% ന്യൂനപക്ഷ വോട്ടുകൾ ഇവിടെ ഉണ്ട്. മാത്രവുമല്ല BJP ജയിക്കുമെന്ന സ്ഥിതി വരുമ്പോഴത്തേക്ക് കോൺഗ്രസ് CPM കോൺഗ്രസിനോ ക്രോസ് വോട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ LDF UDF LDF ക്രോസ് വോട്ട് ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തവണ ഇരു പാർട്ടികൾക്കും ജീവമരണ പോരാട്ടമായിരുന്നു. അതുകൊണ്ട് അവർ ക്രോസ് വോട്ട് ചെയ്തില്ല. ക്രോസ് വോട്ട് ചെയ്യുന്നവർ തീരും, അങ്ങനെ ഒരു സ്ഥിതിയാണ്. കാര്യം ഇടതുപക്ഷം കേരളത്തിൽ മാത്രവും കോൺഗ്രസ് 1, 2, 3 സ്റ്റേറ്റുകളിൽ മാത്രമാണുള്ളത്. അപ്പോൾ നമുക്ക് റിസൾട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ മൊത്തം കോർപ്പറേഷൻ 6 സീറ്റുകളാണുള്ളത്. 1 സീറ്റ് LDF 4 സീറ്റ് UDF 1 സീറ്റ് NDA. ജില്ലാ പഞ്ചായത്ത് 14 ജില്ലാ പഞ്ചായത്തിൽ 7 LDF 7 UDF നേടി. മുനിസിപ്പാലിറ്റികൾ 86 മുനിസിപ്പാലിറ്റികളാണുള്ളത്. അത് 28 LDF 54 UDF 2 NDA 1 തൂക്കും. അതായത് തൂക്കം എന്ന് വെച്ചാൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത രീതിയിലുമാണ് ഉള്ളത്. അതേപോലെ 152 ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകളിൽ 63 സീറ്റുകൾ LDF 79 സീറ്റ് UDF NDAക്ക് 1 സീറ്റും നേടാനായില്ല. അതുപോലെ തൂക്ക് 10 സീറ്റുകളാണുള്ളത്. അതുപോലെ പഞ്ചായത്ത് 941 സീറ്റുകളിൽ പഞ്ചായത്ത് വാർഡുകൾ 341 വാർഡുകൾ LDF 504 വാർഡ് UDF 26 വാർഡ് NDA 64 വാർഡ് തൂക്കുമാണ്. തൂക്കെന്ന് വെച്ചാൽ ആർക്കും ഭൂരിപക്ഷമില്ലായി. 2020 നോക്കുകയാണെങ്കിൽ കോർപ്പറേഷൻ 5 സീറ്റ് നേടിയ LDF ആണ്, 1 സീറ്റ് UDF അതാണ് 1-4-1 എന്ന് മാറിയത്. അതേപോലെ 14 ജില്ലാ പഞ്ചായത്തിൽ 11 2020 നേടിയത് LDF ആണ്, 3 മാത്രമാണ് UDF നേടിയത്. 86 മുനിസിപ്പാലിറ്റികൾ 42-42-2 എന്ന രീതിയിലായിരുന്നു മുൻപുണ്ടായിരുന്നത്. ഇപ്പോൾ 2025 ഇപ്പോൾ 28, 54, 2, 1 എന്ന രീതിയിലായി. NDAക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ 2 മുനിസിപ്പാലിറ്റിയാണ് ഇപ്പോഴും ഉള്ളത്. 2020 ബ്ലോക്ക് പഞ്ചായത്തിൽ 152 സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 111 സീറ്റ് LDF 40 സീറ്റ് UDF NDAക്ക് 1 സീറ്റ് നേടാനായില്ല, മറ്റുള്ളവർ 1 സീറ്റ് നേടി. എന്നാൽ 2025 63, 79, 10 എന്നാണ്. NDAക്ക് 1 സീറ്റ് ഇത്തവണയുമില്ല, കഴിഞ്ഞ പ്രാവശ്യവുമില്ല. അതേപോലെയാണ് പഞ്ചായത്ത് 941. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു 2020 580 സീറ്റ് LDF 341 UDF 12 NDAക്കും 8 അതേഴ്സിനും. 2025 അത് 341 കുറഞ്ഞു. UDF 504 ആയി കൂടി. അതായത് 341 504, അതായത് 161 സീറ്റുകൾ കൂടുതലുണ്ട്. NDAക്ക് 12 സീറ്റുകളിൽ നിന്നും 26 സീറ്റായി ഉയർത്തി, ഇരട്ടി. ഇത്തവണ തൂക്ക് പഞ്ചായത്തുകൾ കഴിഞ്ഞ പ്രാവശ്യം 8 ഉള്ളൂ, ഇത്തവണ 64 സീറ്റുകളായി. അതായത് ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത 64 പഞ്ചായത്തുകളുണ്ട്. അതിന് കാരണം BJP തന്നെയാണ്. BJP ശക്തി പ്രാപിക്കുന്നു, കൂടുതൽ വോട്ട് നേടുന്നു, ത്രികോണ പോരാട്ടമായതിനാൽ തൂക്ക് സഭകൾ ഉണ്ടാകും. അപ്പം കോർപ്പറേഷൻ നമ്മൾ ജയിച്ചത് നോക്കുവാണെങ്കിൽ തിരുവനന്തപുരം, NDA ജയിച്ചത് കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. UDF ജയിച്ചത് കൊല്ലം, കൊച്ചി, തൃശ്ശൂർ, കണ്ണൂർ. LDF കോഴിക്കോട് മാത്രമാണ് നേടാൻ സാധിച്ചത്. തിരുവനന്തപുരത്ത് ജയിച്ച NDAക്ക് 50, LDF 29, UDF 19. 2 അതേഴ്സും ഉണ്ട്. മറ്റുള്ളവർ 2 സീറ്റ്, 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയിച്ചിട്ടുണ്ട്. കൊല്ലത്താണെങ്കിൽ 27 സീറ്റായി UDF ആണ് മുന്നേറിയത്, 16 സീറ്റായി LDF 12 സീറ്റ് NDAക്കും 1 സീറ്റ് മറ്റുള്ളവർക്കുമുണ്ട്. കൊച്ചിയിൽ ആണെങ്കിൽ, കൊച്ചി കോർപ്പറേഷൻ്റെ ആണെങ്കിൽ തിരിച്ചു പിടിച്ച കോർപ്പറേഷനാണ്. 46 സീറ്റുകൾ UDF 20 സീറ്റ് LDF 6 സീറ്റ് NDAക്കുമാണ്, 4 സീറ്റ് അതേഴ്സിനും. തൃശ്ശൂരിൽ 33 സീറ്റ് UDF 11 സീറ്റ് LDF 8 സീറ്റ് NDAക്ക് 4 സീറ്റ് അതേഴ്സിനും. തൃശ്ശൂരിലെ MP ഇപ്പോൾ സുരേഷ് ഗോപിയാണ്. കുറച്ചുകൂടി നല്ല പെർഫോമൻസ് അവർക്ക് അവിടെ ചെയ്യാമായിരുന്നു. എന്തുകൊണ്ടോ അത്ര എത്താൻ സാധിച്ചില്ല. യഥാർത്ഥത്തിൽ ഒരു NDA മണ്ഡലമല്ല അത്.
അതുപോലെ തന്നെ കോഴിക്കോട് LDF നേടിയ കോഴിക്കോട് 34 സീറ്റ് LDFും 26 സീറ്റ് UDFും 13 സീറ്റ് NDAയും 3 സീറ്റ് അതേഴ്സും. അതേപോലെ കണ്ണൂരിൽ UDF ആണ് നേടിയത്. അവിടെ 22 സീറ്റ് UDFിനും 12 സീറ്റ് LDFിനും 3 സീറ്റ് NDAയ്ക്കും 2 സീറ്റ് മറ്റുള്ളവരും. അങ്ങനെയാണ് കോർപ്പറേഷനിലെ ഫലം. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് മൊത്തം 28 സീറ്റാണുള്ളത്. അതിൽ 15 എണ്ണം LDFിനും 13 എണ്ണം UDFും നേടി. കൊല്ലവും ജില്ലാ പഞ്ചായത്ത് ജയിച്ചത് LDF ആണ്. 17 സീറ്റ് LDFിനും 10 സീറ്റ് UDFിനും. പത്തനംതിട്ട UDF നേടി 5 സീറ്റ് LDFിനും 12 സീറ്റ് UDFിനും. ആലപ്പുഴ LDF ആണ് നേടിയത്. 16 സീറ്റ് LDFിനും 8 സീറ്റ് UDFിനും. കോട്ടയം UDF നേടി 7 സീറ്റ് LDFിനും 16 സീറ്റ് UDFിനും. ഇടുക്കി LDF 3 സീറ്റും 14 സീറ്റ് UDFിനും. അതേപോലെ എറണാകുളം 3 സീറ്റ് LDFിനും 25 സീറ്റ് UDFിനും. തൃശ്ശൂരിൽ 21 സീറ്റ് LDFും 9 സീറ്റ് UDFും നേടി. പാലക്കാട് 19 സീറ്റ് LDFും 12 സീറ്റ് UDFും നേടി. മലപ്പുറത്ത് 1 സീറ്റ് മാത്രമാണ് LDF നേടിയത്. 32 സീറ്റ് UDFും നേടി. കോഴിക്കോടാണെങ്കിൽ 13 സീറ്റ് LDFും 14 സീറ്റ് UDFും. NDAയ്ക്ക് 1 സീറ്റ് നേടാനായില്ല. അതേഴ്സ് മറ്റുള്ളവർ 1 സീറ്റ് നേടി. വയനാട് എത്തുകയാണെങ്കിൽ 2 സീറ്റ് മാത്രമാണ് LDFിന് ലഭിച്ചത്. 15 സീറ്റ് UDFും. NDAയ്ക്ക് അതേഴ്സിന് 1 സീറ്റും ലഭിച്ചില്ല. കണ്ണൂരിൽ 18 സീറ്റ് LDFും 7 സീറ്റ് UDFുമാണ്. മറ്റുള്ളവർക്ക് 1 സീറ്റുമില്ല. കാസർഗോഡ് 9 സീറ്റ് LDFും 8 സീറ്റ് UDFും 1 സീറ്റ് NDAയും ആണ് നേടിയത്. അതായത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ നോക്കുകയാണെങ്കിൽ 1 സീറ്റ് മാത്രമാണ് NDA നേടിയത്. യഥാർത്ഥത്തിൽ പാറ്റേൺ, അതായത് LDFിന് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാര്യം ഈ ജില്ലാ പഞ്ചായത്ത് പാറ്റേണാണ് യഥാർത്ഥത്തിൽ പ്രതിഫലിക്കുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ 7-7 എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. LDFിന് വേണമെങ്കിൽ വളരെ മികച്ച രീതിയിൽ തിരിച്ചു വരാം. ഇതിൻ്റെ കണക്കുകളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. നന്ദി, നമസ്കാരം.